ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചാപ്റ്റർ 1 അല്ലെങ്കിൽ മൊഡ്യൂൾ 1 എന്താണ് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഒരു 12 മാർക്കെങ്കിലും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ് മീൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ് കാര്യങ്ങളിലേക്ക്. ആദ്യം ചാർജിങ് സെക്ഷൻ ആണ്. നമ്മൾ റെക്കോർഡിംഗ് ഒക്കെ അവൈലബിൾ അല്ലേ? ആണല്ലോ അല്ലെ. ചാർജിങ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓരോ ഇൻകം ടാക്സ് ഓരോ അസസ്മെന്റ് ഇയറിലുമാണ് എന്ത് ചെയ്യേണ്ടത്, പേ ചെയ്യേണ്ടത് എന്നും ചാർജ് ചെയ്യേണ്ടത് എന്നും ഓരോ വ്യക്തികളുമാണ് പേ ചെയ്യേണ്ടതെന്നും അവരുടെ ടോട്ടൽ ഇൻകത്തിന്റെ മേലിൽ പ്രീവിയസ് ഇയറിൽ അവർ ഏൺ ചെയ്ത ഇൻകത്തിന്റെ മേലിലാണ് ടാക്സ് കൊടുക്കേണ്ടത് എന്നും, അതുപോലെ തന്നെ റേറ്റ് എന്ന് പറയുന്നത് ഫിനാൻസ് ആക്ടിൽ ഓരോ വർഷവും ബജറ്റിൽ വരുന്ന ഫിനാൻസ് ആക്ടിൽ പറയുന്നത് എന്താണോ ആ റേറ്റിലാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് ഫോർ എവറി അസസ്മെന്റ് ഇയർ അല്ലെ. ഇൻകം ടാക്സ് കൊടുക്കേണ്ടത് ഓരോ അസസ്മെന്റ് ഇയറിലുമാണ്. അതിന് ടോട്ടൽ ഇൻകം പ്രീവിയസ് ഇയറിൽ എന്താണോ ഇൻകം ഏൺ ചെയ്തത് അതിനാണ് ടാക്സ് കൊടുക്കേണ്ടത് എവറി പേഴ്സൺ ആണ്. പേഴ്സൺ ആരാന്ന് മനസ്സിലാക്കണം, അസസ്മെന്റ് ഇയർ എന്താന്ന് മനസ്സിലാക്കണം, പ്രീവിയസ് ഇയർ എന്താന്ന് മനസ്സിലാക്കണം, ടോട്ടൽ ഇൻകം എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ റേറ്റ് നമ്മൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് കേട്ടാൽ മതി, കാരണം അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു സാധനം അല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്താണ് അസസ്മെന്റ് ഇയർ എന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും ഒന്നിച്ച് മനസ്സിലാക്കുകയാണ് ശരിക്കും നന്നാവുക. അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയർ, അതായത് ഒരാൾ ഇൻകം ഏൺ ചെയ്യുന്ന വർഷത്തിനെ നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് വിളിക്കും. ഇൻകം ഏൺ ചെയ്യുന്ന വർഷം തന്നെ നമുക്ക് നോർമലി ടാക്സ് കൊടുക്കാൻ കഴിയൂല, കാരണം ടാക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കാലം എടുക്കും. മാർച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ടാക്സ് കൊടുക്കുക. ടാക്സ് കൊടുക്കുന്ന വർഷത്തിനെ നമ്മൾ, അല്ലെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വർഷത്തിനെ അസസ്മെന്റ് ഇയർ എന്ന് വിളിക്കും. അപ്പൊ ഇൻകം ഏൺ ചെയ്യുന്ന വർഷത്തിനെ പ്രീവിയസ് ഇയർ എന്നും, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വർഷത്തിന് നമ്മൾ അസസ്മെന്റ് ഇയർ എന്നും പറയും. ഓക്കെ, ഇതാണ്. പക്ഷെ ആക്ട് പറയുമ്പം അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? അസസ്മെന്റ് ഇയർ മീൻസ് ദ പീരിയഡ് ഓഫ് 12 months സ്റ്റാർട്ടിങ് ഫ്രം 1st April എവറി ഇയർ. എല്ലാ മാസവും എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന 12 മാസത്തിനാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാധാരണ രീതിയിൽ അസസ്മെന്റ് ഇയർ. അതിന്ന് കൃത്യമായ ഒരു കാര്യം ഒന്ന് മനസ്സിലാകും, എല്ലാ വർഷവും അപ്പൊ അസസ്മെന്റ് ഇയർ അല്ലേ നമ്മൾ ചിന്തിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻകം ഏൺഡ് ഇൻ പ്രീവിയസ് ഇയർ, അസസ്മെന്റ് ഇയറിന്റെ മുൻപുള്ള വർഷത്തിൽ നമ്മൾ ഏൺ ചെയ്ത എമൗണ്ടിനെ ഈസ് ടാക്സ്ഡ് ഇൻ അസസ്മെന്റ് ഇയർ. ടാക്സ് കൊടുക്കുക അസസ്മെന്റ് ഇയറിലാണ് എന്നുള്ളതാണ്. ഓക്കെ, the assessment year 2025-26 is a period of 12 months from 1st April. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 2026 മാർച്ച് 31 വരെയാണ് അസസ്മെന്റ് ഇയർ ഉണ്ടാവുക. അൾട്ടിമേറ്റ്ലി എന്താണ് അസസ്മെന്റ് ഇയർ? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വർഷത്തിന് അസസ്മെന്റ് ഇയർ എന്ന് പറയും. ഇൻകം ഏൺ ചെയ്ത വർഷത്തിന് നമ്മൾ പ്രീവിയസ് ഇയർ എന്നും വിളിക്കും. ഓക്കെ, പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? അസസ്മെന്റ് ഇയറിന്റെ മുൻപുള്ള വർഷത്തിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയാം. പ്രീവിയസ് ഇയർ മീൻസ് ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ അസസ്മെന്റ് ഇയർ. അസസ്മെന്റ് ഇയറിന് നേരെ മുൻപുള്ള വർഷത്തിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയാം. ഫോർ അസസ്മെന്റ് ഇയർ 25-26 ഇതിന്റെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1st April 2024 മുതൽ മാർച്ച് 31, 2025 വരെയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ് ആക്കില്ലെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കുക, അസസ്മെന്റ് ഇയർ എപ്പോഴും 12 മാസം തന്നെ ഉണ്ടാവും. പ്രീവിയസ് ഇയർ ഓരോ വ്യക്തികൾക്കനുസരിച്ചാണ്. ചിലപ്പോൾ 12 മാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1-നാണെങ്കിൽ
ഏപ്രിൽ 1 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് 12 മാസം കിട്ടും. മറ്റൊരാൾ മെയ് മാസം 10-ാം തീയതി ആണെങ്കിൽ അയാളുടെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ മെയ് 10 മുതൽ മാർച്ച് 31 വരെയാണ്. വേറൊരാള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 25-നാണ് എന്ന് വരിക. അങ്ങനെയാണെങ്കിൽ അയാളുടെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ഡിസംബർ 25 മുതൽ മാർച്ച് 31 വരെയാണ്. അതൊന്ന് സാന്ദർഭികമായിട്ട് മനസ്സിലാക്കി വെക്കുക. എക്സാമിൽ ചോദ്യമൊന്നും വരൂല, പക്ഷെ അതൊന്ന് ഒരു കാര്യം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം എന്താണ്? പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ടത് അടുത്ത വർഷമായിട്ടുള്ള അസസ്മെന്റ് ഇയറിലാണ്. എന്നാൽ 5 സന്ദർഭങ്ങളുണ്ട്. ഈ 5 സന്ദർഭങ്ങളിൽ പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കണം. പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കണം. അങ്ങനെ ടാക്സ് കൊടുക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആക്സിലറേറ്റഡ് അസസ്മെന്റ്. ആക്സിലറേറ്റഡ് അസസ്മെന്റ്. അത് സെക്ഷൻ 172, 174, 174A, 175, 176 ആവാനാണ് സാധ്യത. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. നോൺ റെസിഡന്റിന്റെ ഷിപ്പിംഗ് ബിസിനസ് ആണ് ഒന്നാമത്തത്. നോൺ റെസിഡന്റിന്റെ ഷിപ്പിംഗ് ബിസിനസ്. നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഷിപ്പിംഗ് ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അയാള് പലപ്പോഴും ഇന്ത്യയിലൂടെ കാരേജ് കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അയാളെ പിന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാള് ഇന്ത്യയിൽ നിന്ന് എപ്പോഴാണോ ആ ഇൻകം ഇന്ത്യയിൽ നിന്ന് കാരേജ് കൊണ്ടുപോവാനോ ഇറക്കാനോ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന് ഇന്ത്യയിൽ എപ്പോഴാണോ എത്തിയത് അപ്പൊ തന്നെ ടാക്സ് നമ്മൾ ഈടാക്കും. പിന്നെ ഒരാൾ പെർമനന്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോവാണ് എന്ന് കരുതുക. ഇനി ഇന്ത്യക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് അസസിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ അയാൾ പ്രീവിയസ് ഇയറിൽ ഇൻകം ചെയ്താൽ പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കണം. മറ്റൊന്ന് അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവന്റിന് വേണ്ടി മാത്രം ചെയ്തതാണ്. അതായത് അവർ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഈ വർഷം ഡിസോൾവ് ചെയ്യാൻ പോവാണ്. അവർ ആ ബിസിനസ് നിർത്താൻ പോവാണ്. അങ്ങനെ നിർത്താൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും നാഷണൽ ഗെയിംസിന് വേണ്ടിയിട്ട് ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ നാഷണൽ ഗെയിംസ് കഴിഞ്ഞാൽ അത് പൂട്ടിപ്പോകും എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവര് ആ പൂട്ടുന്ന വർഷമാണ് അവർ ഇൻകം ഏൺ ചെയ്ത വർഷം. ആ ഇൻകം ഏൺ ചെയ്ത വർഷം തന്നെ അവർ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. അടുത്തത് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഒരാൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് അസസിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ ആ വർഷം തന്നെ ടാക്സ് കൊടുക്കണം. എന്നാണോ അതിന് ഇൻകം കിട്ടുന്ന ആ വർഷം തന്നെ. ഒരാള് ഇപ്പൊ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് അയാളെടുത്തുള്ള ഡിബഞ്ചറോ ഷെയറോ ഒക്കെ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കുകയാണെന്ന് കരുതുക. അത് ടാക്സ് വെട്ടിപ്പിനാട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വർഷം തന്നെ ഇൻകം ഏൺ ചെയ്ത വർഷം തന്നെ ടാക്സ് കൊടുക്കണം. പിന്നെ ബിസിനസ് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഏകദേശം ഒരേ പോയിന്റ് ആണ്. മൂന്നാമത്തതും അഞ്ചാമത്തതും ഇത് AOP BOI ഒക്കെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഫോം ചെയ്തു എന്നിട്ട് അവർ ബിസിനസ് ക്ലോസ് ചെയ്യാണ്. ഇത് നോർമൽ ജനറൽ കേസിൽ ഒരു ബിസിനസ് പെർമനന്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പോവാണ്, ആ ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെയാണെങ്കിലും ആ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇനി അടുത്ത വർഷം വരെ ടാക്സ് കൊടുക്കാനൊന്നും അവരാരും കിട്ടൂല. അതുകൊണ്ട് ഈ വർഷം തന്നെ ടാക്സ് കൊടുക്കണം. ഇതാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇനി നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിലൊന്നും പിന്നെ പ്രത്യേകിച്ച് $176 കണ്ടില്ലേ? 176 ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് എന്ന് പറയുന്നത് സെക്ഷൻ 176. ഓക്കെ, പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ അല്ലെ? പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് അസസ്മെന്റ് ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് കൊടുക്കുക. ഓക്കെ, ഇനി പേഴ്സൺ ആരൊക്കെയാ? എവരി പേഴ്സൺ ആണ് ടാക്സ് കൊടുക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പേഴ്സൺ ആരൊക്കെയാണ്? ഇൻഡിവിജ്വൽ ഒരു പേഴ്സൺ ആണ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഒരു പേഴ്സൺ ആണ്, കമ്പനി ഒരു പേഴ്സൺ ആണ്, ഫേം അല്ലെങ്കിൽ LLP എന്താണ്? ഒരു പേഴ്സൺ ആണ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഒരു പേഴ്സൺ ആണ്, ലോക്കൽ അതോറിറ്റി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒക്കെ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഈ മുകളിൽ പറഞ്ഞതൊന്നും അല്ലാത്ത വേറെ എന്തും അതിൽ നോർമലി വരിക നമ്മുടെ
പ്രതിഷ്ഠകള്, അതുപോലെ തന്നെ എന്താണ് യൂണിവേഴ്സിറ്റികൾ, ഇത്തരം സംവിധാനങ്ങളൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സണിൽ വരിക. ഓക്കെ, ഡയറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ ഒക്കെയാണ് വരിക. ഇത് ഈ ആളുകളെല്ലാം ടാക്സ് കൊടുക്കണം. അതായത് പൈസ കിട്ടുന്ന ആരുണ്ട് എല്ലാവരും ടാക്സ് കൊടുക്കണം എന്നല്ല, പേഴ്സൺ ആണ്. പേഴ്സണിന് എങ്ങനെയാണ് ടാക്സ് വരിക എന്നുള്ളത് നമ്മൾ ഓരോന്നും പഠിക്കുന്നുണ്ട്. ബികോം ലെവലിൽ ഇൻഡിവിജ്വലിന്റെ ടാക്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എംകോമിലേക്ക് പോകുമ്പോഴാണ് HUF കമ്പനീന്റെ ഒക്കെ കാൽക്കുലേഷൻ ഒക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പേഴ്സൺ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സൺ ആരൊക്കെയാണ്? ഇൻഡിവിജ്വൽ, നാച്ചുറൽ ആയിട്ടുള്ള ഓരോ വ്യക്തികളും ഇൻഡിവിജ്വൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ HUF ഉണ്ട്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഫാമിലിയുടെ ബിസിനസ് അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓഹരി വെച്ചിട്ടുണ്ടാവില്ല, എല്ലാവരും ഒന്നിച്ചായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ആ ഇതിലെ ആ ഒരു HUFന്റെ ഏറ്റവും വലിയ മെയിൽ മെമ്പർ ആയിരിക്കും അതിന്റെ കാര്യങ്ങൾ നടത്തുന്ന മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള കർത്ത. അങ്ങനെയൊക്കെ വരുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾ. ഫേം എന്ന് പറഞ്ഞാൽ പാർട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ LLPകളൊക്കെ. ഇനി അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഇത് ഇപ്പൊ 4 ആൾ കൂടിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 4 ഇൻഡിവിജ്വലുകളാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് വിളിക്കും. പക്ഷെ ഒരു കമ്പനി ആയിട്ടോ ഫേം ആയിട്ടോ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇനി AOP എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ചിലപ്പോൾ 2 വ്യക്തികളും വേറൊരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം ആകുമ്പോൾ അവിടെ ഇൻഡിവിജ്വൽ എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അത് AOP എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതും രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പനിയോ പാർട്ട്ണർഷിപ്പ് ഫേം ഒക്കെ ആവും. പിന്നെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഇത്രയൊക്കെയാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആണ്, അതിൽ മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്, സെയിൻ ഓർ ഇൻസെയിൻ, ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരൊക്കെ പെടും. HUF എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതുപോലെ തന്നെ HUF എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ പേഴ്സൺ ലീനിയലി ഡിസെൻഡഡ് ഫ്രം എ കോമൺ അസെന്റ്. ഒരു കോമൺ ആയിട്ടുള്ള നമ്മൾ പാരന്റ്സ് ഒക്കെ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു അസെന്റ് ഉണ്ടാവും. അതിന്ന് ഇങ്ങനെ താഴോട്ട് ഒരുപാട് ഡിസെന്റ് ആയിട്ടുള്ള കുറെ മക്കളും പേരമക്കളും ആയിട്ടുണ്ടാവും. അതാണ് HUF എന്ന് പറയുന്നത്. അതിൽ അവരുടെ വൈഫ് വരും, അതുപോലെ തന്നെ അൺമാരീഡ് ആയിട്ടുള്ള ഡോട്ടേഴ്സും വരും. വൈഫുമാര് വരും, അതുപോലെ തന്നെ അൺമാരീഡ് ആയിട്ടുള്ള ഡോട്ടേഴ്സ് മാരീഡ് ആയി കഴിഞ്ഞാൽ അവർ വേറൊരു HUFൽ പോവുകയാണെങ്കിൽ അവിടുത്തെ HUFലായിരിക്കും അവരുണ്ടാവുക. അതുകൊണ്ട് ഇവിടെ വരൂല. അതുകൊണ്ടാണ് അത് അൺമാരീഡ് ഡോട്ടേഴ്സ് എന്ന് പറഞ്ഞത് കേട്ടോ. കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനി ഉണ്ട്, അത് കമ്പനീസ് ആക്ട് പ്രകാരമോ മറ്റെന്തെങ്കിലും ആക്ട് പ്രകാരമൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്. ഓക്കെ, ഫേംസ് പറഞ്ഞാൽ പാർട്ണർഷിപ്പ് ഫേം വരും, ലിമിറ്റഡ് ലയബിലിറ്റി LLP ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള LLP ആക്ട് 2008 പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടതും, അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം 1932 പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടതൊക്കെയാണ് ഫേം എന്ന് പറയുന്നത്. ലോക്കൽ അതോറിറ്റി പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി, നമ്മൾ ജില്ലാ പഞ്ചായത്ത്, ഇത്തരം സ്ഥാപനങ്ങളൊക്കെയാണ് ലോക്കൽ അതോറിറ്റിയിൽ വരും. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹിന്ദു ഡയറ്റീസ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ വരുന്നു. മുകളിൽ പറഞ്ഞതൊന്നും അല്ലാത്ത കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് കേട്ടോ നോർമലി ഉണ്ടാവുക. ഇത് ഇത്രയും നമ്മൾ കഴിഞ്ഞു. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലേക്ക് പോവാൻ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലേക്ക് പോവാൻ ഓക്കെ ആണോ? റെക്കോർഡിംഗ് ഒക്കെ വർക്ക് ആവുന്നുണ്ടോ? ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എങ്ങനെ ടാക്സ് കൊടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അയാൾ എത്ര കാലം ഇന്ത്യയിൽ നിന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമുക്കറിയാം, അതൊക്കെ ഞാൻ വേറെ ഇതിടാം. ഓക്കെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ വൈറ്റ് ബോർഡ് എടുക്കട്ടെ കേട്ടോ. അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്?
റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ഇൻഡിവിജ്വലിന്റെ കേസാണ്, ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അവിടെ ഒരു ഇൻഡിവിജ്വൽ റെസിഡന്റ് ആവണം എന്നുണ്ടെങ്കിൽ അവര് ആദ്യം ഇൻഡിവിജ്വലിന്റെ റെസിഡൻസ് എന്ന് പറയുമ്പം രണ്ട് രീതിയിൽ വരും. ഒന്ന് റെസിഡന്റ് ആവാം, അല്ലെങ്കിൽ അയാള് നോൺ റെസിഡന്റ് ആവാം. പിന്നെ ഇത് രണ്ടും അല്ലെങ്കിൽ മറ്റൊരു കേസ് ഉണ്ട്, ഡീംഡ് റെസിഡന്റ്. ഒന്നും രണ്ടും അല്ലെങ്കിൽ എടുക്കാവുന്ന ഒരു കേസാണ് ഡീംഡ് റെസിഡന്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ റെസിഡന്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓർഡിനറി റെസിഡന്റ്, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഇത്രയാണ് ഒരു ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമുക്ക് അറിയേണ്ടത് ഒരാൾ എപ്പോഴാണ് റെസിഡന്റ് ആവുക, ഒരാൾ എപ്പോഴാണ് നോൺ റെസിഡന്റ് ആവുക. ഇത് രണ്ടും അല്ലെങ്കിലാണ് ഡീം റെസിഡന്റ് ചിന്തിക്കേണ്ടത്. അത് നമ്മൾ സെപ്പറേറ്റ് വേറെ ഡിസ്കസ് ചെയ്യും. ഒരാൾ എപ്പോഴാണ് റെസിഡന്റ് ആവുക? നമുക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്, B1 അല്ലെങ്കിൽ B2. B1 അല്ലെങ്കിൽ B2 ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ അയാൾ എന്താണ്? റെസിഡന്റ് ആണ്. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ അയാൾ റെസിഡന്റ് ആണ്. B1 ഓർ B2 രണ്ട് കണ്ടീഷൻ നമുക്കുണ്ട്. ഈ രണ്ട് കണ്ടീഷനിൽ B1 ഓർ B2 ഏതെങ്കിലും ഒന്ന് മതി. ഇത് എന്താണ് കേസ്? ഇത് റെസിഡന്റ് ആണ്, കാരണം B1 സാറ്റിസ്ഫൈഡ് ആണ്. രണ്ടാമത്തെ രണ്ടും സാറ്റിസ്ഫൈഡ് ആണ്, എന്നാലും റെസിഡന്റ് ആണ്. ഇതിൽ ഒന്നാമത്തെ സാറ്റിസ്ഫൈഡ് ആണ്, രണ്ടാമത്തെ സാറ്റിസ്ഫൈഡ് അല്ല, അപ്പോഴും റെസിഡന്റ് ആണ്. എപ്പോഴാ നോൺ റെസിഡന്റ് ആവുക? ഒന്നാമത്തതും സാറ്റിസ്ഫൈ ചെയ്തില്ല, B1ഉം സാറ്റിസ്ഫൈ ചെയ്തില്ല, B2ഉം സാറ്റിസ്ഫൈ ചെയ്തില്ല. ഇങ്ങനെ വരുമ്പോൾ മാത്രമേ നോൺ റെസിഡന്റ് ആവുള്ളൂ. ഓക്കെ, ഒന്നാമത്തതും സാറ്റിസ്ഫൈ ചെയ്തില്ല, രണ്ടാമത്തതും സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പൊ റെസിഡന്റും നോൺ റെസിഡന്റും ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത്. അപ്പോ എന്താണ് B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്രീവിയസ് ഇയറിൽ, അതായത് ഇൻകം ഏൺ ചെയ്യുന്ന വർഷം 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടാവുക. 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടാവുക. അതാണ് B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസമോ അതിൽ കൂടുതലും ഉണ്ടാവുക. അതിന്റെ കൂടെ 4 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുക്കുക. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ 24, 25 ആണ്. അതിൽ 60 ദിവസം ഉണ്ടാവുക. അതിന് മുൻപുള്ള 4 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 23, 24, 22, 23, 21, 22, 20, 21 ഈ 4 പ്രീവിയസ് ഇയേഴ്സും കൂടെ ഒന്നിച്ചെടുത്തിട്ട് അവിടെ 365 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടാവും നോക്കുക. അതാണ് B1 എന്ന് പറഞ്ഞാൽ. B1 എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? B1 എന്ന് പറഞ്ഞാൽ എന്താണ്? B1 നമ്മൾ ഒന്നും കൂടെ പറയാ, പ്രീവിയസ് ഇയറിൽ 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടാവുക, ഇൻ ഇന്ത്യ. ഓക്കെ. B2 ഇത് ഒന്നെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ആവണം, അല്ലെങ്കിൽ B2 സാറ്റിസ്ഫൈ ചെയ്യണം. B2 എന്താ? പ്രീവിയസ് ഇയറിൽ 60 ദിവസമോ അതിൽ കൂടുതലോ ഉണ്ടാവുക. 182 ദിവസം ഇല്ലാത്ത കേസിലാണ് രണ്ടാമത്തെ നോക്കുക. പ്ലസ് അത് മാത്രം പോരാ, 4 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുക്കുക. അതിലെല്ലാ ദിവസവും കൂടെ കൂട്ടുമ്പോൾ 365 അതിൽ കൂടുതലോ ഉണ്ടാവുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റെസിഡന്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡന്റ് ആണ്. അല്ലെങ്കിൽ ഒറ്റൊന്നു പോലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നോൺ റെസിഡന്റ് ആണ്. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇനി ഒരാള് റെസിഡന്റ് ആയ ഒരാൾ എപ്പോഴാണ്? റെസിഡന്റിനെ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട് അല്ലെ? റെസിഡന്റിനെ രണ്ടായി വേർതിരിച്ചു. എന്താണ്? ഓർഡിനറി റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. മറ്റേത് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്.
ഒരാൾ എപ്പോഴാണ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷൻ പറയും. A1 ആൻഡ് A2 രണ്ടും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് B1 ഓർ B2 എന്നാണ്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന രണ്ട് കണ്ടീഷൻ നമ്മൾ പറയും. രണ്ട് കണ്ടീഷന്റെ പേരെന്താ? അഡീഷണൽ കണ്ടീഷൻ 1 ആൻഡ് അഡീഷണൽ കണ്ടീഷൻ 2. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരാൾ എന്ത് ചെയ്യുള്ളൂ? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവുള്ളൂ. അപ്പൊ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവുന്ന കേസ് A1 സാറ്റിസ്ഫൈഡ് ആണ്, A2 സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവും. എന്നാൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എങ്ങനെയൊക്കെ വരാം? A1 സാറ്റിസ്ഫൈഡ് ആണ്, A2 സാറ്റിസ്ഫൈഡ് അല്ല, ഒരു കേസ്. രണ്ടാമത്തെ A1 സാറ്റിസ്ഫൈഡ് അല്ല, A2 സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെയാണെങ്കിലും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഇനി ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് അല്ല, അങ്ങനെയാണെങ്കിലും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. നമ്മൾ പറയാൻ പോകുന്ന രണ്ട് അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് അഡീഷണൽ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് പ്രീവിയസ് ഇയറിന്റെ മുൻപുള്ള 10 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുക്കുക. അതിൽ 2 വർഷമെങ്കിലും 2 പ്രീവിയസ് ഇയറിലെങ്കിലും റെസിഡന്റ് ആവുക, ഒന്നാമത്തത്. രണ്ടാമത്തത് പ്രീവിയസ് ഇയറിന്റെ മുൻപുള്ള 7 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുക്കുക. അതിൽ മൊത്തം നിന്ന ദിവസങ്ങൾ 730 അതിൽ കൂടുതലോ ഉണ്ടോ നോക്കുക. 730 ദിവസമോ അതിൽ കൂടുതലോ ഉണ്ടോ നോക്കുക. ഒന്നും കൂടെ, ഒന്നാമത്തത് A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ എടുക്കരുത്, അതിന് മുൻപുള്ള 10 പ്രീവിയസ് ഇയേഴ്സ്. ഏതൊക്കെ വരും? പ്രീവിയസ് ഇയർ നമുക്കറിയാം 24, 25 ആണ്. ഇതിന് മുൻപുള്ള 10 പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഏതാ വരിക? 2023, 24, 22, 23, 21, 22, 20, 21, 19, 20. എത്രയായി? 2, 3, 4, 5 വർഷം. ഇനി 18, 19, 17, 18, 6, 7, 16, 17. ഓക്കെ, 15, 16, 14, 15. ഇത്രയും പ്രീവിയസ് ഇയേഴ്സ് മുഴുവൻ എടുക്കുമ്പോ ഇതിൽ ഏതെങ്കിലും 2 വർഷമെങ്കിലും അയാൾ റെസിഡന്റ് ആണോ നോക്കുക. എങ്ങനെ റെസിഡന്റ് ആണോ നോക്കുക? ഒന്നാമത്തെ, ഇപ്പൊ ഈ വർഷം 4ാമത്തെ വർഷമായിട്ടുള്ള ഈ വർഷം അയാൾ റെസിഡന്റ് ആണോ നോക്കുക. എങ്ങനെ? ഇയാളെ B1 ചെക്ക് ചെയ്യുക, 182 ദിവസം അതിൽ കൂടുതലുണ്ടോ നോക്കുക. അതുണ്ടെങ്കിൽ അതെടുക്കുക. ഇനി അല്ലെങ്കിൽ അവിടെ B2 നോക്കുക, നമ്മൾ ആദ്യം പഠിച്ച B2 നോക്കുക. അങ്ങനെയല്ലേ റെസിഡന്റ് ആണോ തീരുമാനിക്കുക. ഈ വർഷം 60 ദിവസം, അതിന് മുൻപുള്ള 4 വർഷങ്ങൾ എടുക്കുക, അതിൽ 365 ഉണ്ടോ നോക്കുക. ഇനി ഇവിടെ ഒരാൾ റെസിഡന്റ് ആണോ നോക്കണമെങ്കിൽ എങ്ങനെ നോക്കുക? ഈ വർഷം വന്നിട്ട് അവിടെ B1 ഉണ്ടോ നോക്കുക, അത് റെഡി ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ B2 ഉണ്ടോ നോക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? A1 സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ തന്നെ A2 എങ്ങനെ നോക്കുക? A2 നോക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 പ്രീവിയസ് ഇയേഴ്സ് ഇല്ല, പ്രീവിയസ് ഇയറിന്റെ മുൻപുള്ള 7 പ്രീവിയസ് ഇയേഴ്സ് എടുക്കുക. ഇത് ഇല്ല. ഇത്രയും ഏരിയ എടുത്തതിന് ശേഷം ഇതിൽ മൊത്തം അയാൾ നിന്ന ദിവസം 730 അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾ എന്താണ്? A1 സാറ്റിസ്ഫൈഡ് ആണ്, A2 സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവും. രണ്ടും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവും. ഓക്കെ ആണെന്നാണ് നമ്മുടെ വിശ്വാസം. സെറ്റ് അല്ലേ? സെറ്റ്. മെയിൻ ആയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക ഈ 2 ആണ്. അല്ലാതെ ഡീംഡ് റെസിഡന്റ് ഒന്നും നിങ്ങളെ ടെസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല. ഇത്രയും വർഷമായി, 2020 മുതൽ ഇത്രയും വർഷമായിട്ട് ഇതുവരെ ടെസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല. ഇനി ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഇതാണ് നോർമലി ടെസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക്, ഞാൻ സാധാരണ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ ഒരു പ്ലെയർ ആരാണ്? ബ്രെഡ്ലി തന്നെ ആയിക്കോട്ടെ. ബ്രെഡ്ലി
IPL കളിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് 100 ദിവസം ഇന്ത്യയിൽ വന്നു പോകുന്നുണ്ട്. 100 ദിവസം ഇന്ത്യയിൽ വന്നു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ് എന്നതാണ് നമ്മുടെ ചോദ്യം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഇന്ത്യയിൽ വന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് 100 ദിവസം ഇന്ത്യയിൽ വന്നു പോകുന്നുണ്ട്. ഇയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? ഞാൻ ചോദിക്കുക, B1 സാറ്റിസ്ഫൈഡ് ആണോ? B1 എന്താ? 2024-25 ഫിനാൻഷ്യൽ ഇയർ ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ളതാണ്. കമന്റ് ചെയ്തോളൂ. B1 സാറ്റിസ്ഫൈഡ് ആണോ? B1 സാറ്റിസ്ഫൈഡ് അല്ല. കാരണം 100 ദിവസമേ ഇന്ത്യയിലുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എടുക്കേണ്ടത് B1 അല്ലെങ്കിൽ B2 നോക്കണം. B2 എന്താണ്? B2 എന്താണ്? 24-25 മുൻപുള്ള 4 പ്രീവിയസ് ഇയേഴ്സ് എടുക്കുമ്പം 365 ദിവസം ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ 24-25 മുൻപുള്ള 4 പ്രീവിയസ് ഇയേഴ്സ് എടുക്കുക. 23, 24, 22, 23, 21, 22, 20, 21. ഈ 4 പ്രീവിയസ് ഇയേഴ്സും കൂടെ കൂട്ടുമ്പോ 400 ദിവസം ഉണ്ടോ നോക്കുക. ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ 23, 24, 25 നമ്മുടെ പ്രീവിയസ് ഇയർ എടുക്കുമ്പോൾ 60 ദിവസം ഉണ്ടോ നോക്കുക. ഇതിൽ 365 ദിവസം ഉണ്ടോ, അതേപോലെ തന്നെ ഇവിടെ 60 ദിവസം ഉണ്ടോ? ഇത് രണ്ടും ഉണ്ടെങ്കിൽ അയാള് B2 സാറ്റിസ്ഫൈഡ് ആണ്. ഉണ്ടോ ഇല്ലേന്ന് കമന്റ് ചെയ്യുക. എല്ലാവരും കമന്റ് ചെയ്യുക. യെസ്. അപ്പൊ അയാൾ എന്തായി മാറി? റെസിഡന്റ് ആയി മാറി. ഇയാള് റെസിഡന്റ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻസ് നോക്കണം. A1 നോക്കണം, അതുപോലെ തന്നെ A2 നോക്കണം. A1 എന്താ നമ്മൾ പറഞ്ഞേ? 10 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുക്കുക. അതിൽ 2 വർഷമെങ്കിലും റെസിഡന്റ് ആണോ നോക്കുക. അത് സ്വാഭാവികമായിട്ടും ആവും. കാരണം എന്താ? ഓരോ വർഷം എടുക്കുമ്പോഴും ആ വർഷം പ്രീവിയസ് ഇയറിൽ അയാൾ 60 ദിവസത്തിൽ കൂടുതൽ ഉണ്ടാവും ചെയ്യും. അതിന്റെ മുൻപുള്ള 4 വർഷം എടുക്കുമ്പം അയാൾ 365 ദിവസത്തിൽ കൂടുതൽ ഉണ്ടാവും ചെയ്യും. അതായത് B2 അയാൾ എന്തായാലും സാറ്റിസ്ഫൈഡ് ആവും. റെസിഡന്റ് ആവണമെങ്കിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? B1 ഓർ B2 ആണ്. B1 സാറ്റിസ്ഫൈഡ് ആവില്ല, പക്ഷെ B2 സാറ്റിസ്ഫൈഡ് ആവും. അതുകൊണ്ട് A1 അയാൾ എന്തായാലും എന്താവൂടാ? സാറ്റിസ്ഫൈഡ് ആവും. അതിൽ ഡൗട്ട് ഉണ്ടോ? A1 സാറ്റിസ്ഫൈഡ് ആകും എന്ന് പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? 10 പ്രീവിയസ് ഇയേഴ്സ് എടുത്ത് അതിൽ 2 എണ്ണം മതി. അപ്പൊ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? നോക്കിയത്. അതിന് മുൻപുള്ളത് അങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ അതെന്തായാലും കിട്ടും. അത് ഓക്കെ അല്ലേ? A1 അയാൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നത് ഓക്കെ അല്ലേ? കമന്റ് ചെയ്യ്. A2ന്റെ കേസാണ് അത്. നിങ്ങൾ കമന്റ് ചെയ്യാം. A2 അതായത് 7 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുത്താൽ 730 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞ A2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുമോ അല്ലേ? A2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുമോ? A2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുമോ? പ്രീവിയസ് ഇയേഴ്സ് എടുത്താൽ എത്ര ടോട്ടൽ ചെയ്യുമ്പോൾ വരിക? 700 ദിവസമല്ലേ വരുള്ളൂ. ഓരോ വർഷം 100 ദിവസമല്ലേ വരുന്നത്. അപ്പൊ 700 ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ A2 സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ ഇയാളെ കേസ് എടുക്കുക. ഇയാള് B1 സാറ്റിസ്ഫൈഡ്. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഇയാള് B1 എന്തല്ല? സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷെ B2 സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അയാൾ റെസിഡന്റ് ആണെങ്കിൽ നമ്മൾ A1 നോക്കണം, A2 നോക്കണം. B1 B2 ഓർ ആണെങ്കിൽ A1 ആൻഡ് A2 ആൻഡ് ആണ്. ഇത് രണ്ടും നോക്കണം. A1 സാറ്റിസ്ഫൈഡ് ആണ്, A2 സാറ്റിസ്ഫൈഡ് അല്ല.
അതുകൊണ്ട് തന്നെ ഇയാള് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യും. യെസ്. അപ്പൊ ഇതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ PDF വരാം. യെസ്, A1ഉം A2 നമ്മളിതാ ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി അടുത്തൊരു ഘട്ടത്തേക്ക് പോവാണ്. ഇതൊക്കെ നമ്മൾ സാധാ നമ്മുടെ ഒരു ഗ്രാഫ് ഇങ്ങനെ വരച്ച സാധനമാണ്. A1 or A2 ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇന്ത്യയിലേക്ക് വരുന്ന ദിവസം ഇന്ത്യയിലേക്ക് നിന്ന് പോകുന്ന ദിവസം ഇന്ത്യയിലുള്ളതായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇന്ത്യയിൽ വരുന്ന ദിവസം ഇന്ത്യയിൽ നിന്ന് പോകുന്ന ദിവസം ഇന്ത്യയിലുള്ളതായിട്ടാണ് കണക്കാക്കേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ഡിസ്കഷൻ ആണ്. അവിടെ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, B2 നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, പ്രീവിയസ് ഇയർ 60 പ്ലസ് 365 എന്ന് പറഞ്ഞ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല, അത് നോക്കേണ്ടതില്ല, കൺസിഡർ ചെയ്യേണ്ടതില്ല. അതിന് പകരം B1 മാത്രം നോക്കിയാൽ മതി. അങ്ങനെയുള്ള 3 ആളുകളുണ്ട്. അത് ആരാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പറയപ്പെടുന്ന 3 ആളുകൾ, ഈ 3 ആളുകൾക്ക് B1 മാത്രം ചെക്ക് ചെയ്താൽ മതി, B2 പരിഗണിക്കേ വേണ്ട. അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ആള് ഇന്ത്യൻ സിറ്റിസൺ ആണ്, രണ്ടാമത്തെ ആളും ഇന്ത്യൻ സിറ്റിസൺ ആണ്, മൂന്നാമത്തെ ആള് ഒന്നെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആയാലും മതി. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ആരാ, അവരുടെ പേരൻസ് ഇന്ത്യക്കാരാണ്, പക്ഷെ ഇവർ ഇന്ത്യക്കാരല്ല, ഇന്ത്യയിൽ നിന്ന് പോയ ആളുകളാണ്. ഒന്നെങ്കിൽ പാകിസ്ഥാൻ എടുക്ക. സ്ക്രീൻ കാണുന്നില്ലേ? ആർക്കും കാണുന്നില്ലടാ സ്ക്രീന്? യെസ്, ഓക്കെ. അപ്പോ 3 ആളുകളുണ്ട്. ഒന്ന് ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടി ഇന്ത്യക്ക് പുറത്തു പോയ ആളാണ്. രണ്ടാമത്തെ ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഷിപ്പിലെ മെമ്പറാണ്, ക്രൂ മെമ്പറാണ്. മൂന്നാമത്തെ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്. അവിടെ വേറെ എന്തെങ്കിലും വർക്കോ എംപ്ലോയ്മെന്റോ പ്രൊഫഷനോ എന്താണ്, പക്ഷെ അയാൾ ഇന്ത്യക്ക് തിരിച്ചു വരുന്ന ആളാണ്. അപ്പൊ ഈ 2 ആളുകളും ഇന്ത്യയിൽ നിന്ന് പോയ ആളുകളാണ്, മറ്റേ ആളുകൾ ഇന്ത്യക്ക് വരുന്ന ആളുകളാണ്. ഒന്നാമത്തത് ഇന്ത്യൻ സിറ്റിസൺ ആണ്, അയാൾ എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടി ഇന്ത്യക്ക് പുറത്ത് പോയ ആളാണ്. രണ്ടാമത്തെ ആളും ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പർ ആയിട്ട് ഇന്ത്യക്ക് വിട്ട ആളാണ്. പക്ഷേ മൂന്നാമത്തെ ആളാരാ, ഇന്ത്യൻ സിറ്റിസണോ ഇന്ത്യൻ ഒറിജിനോ ആണ്, പക്ഷെ അയാൾ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരികയാണ്, അല്ലാതെ ഇന്ത്യക്ക് പുറത്തു പോവല്ല. ഇത്തരം ആളുകള് ചിലപ്പോൾ അവരുടെ പാരന്റ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇന്ത്യയിൽ വരികയാണ്. അപ്പൊ അയാൾ 60 ദിവസം ഇന്ത്യയിൽ നിന്നാൽ തന്നെ റെസിഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ അയാളോട് ചെയ്യുന്ന ക്രൂരതയാണ് ഇത്തരം ആളുകളോടൊക്കെ. അപ്പൊ അവരോട് ഗവൺമെന്റ് ഒരു ലീനിയൻ ആയിട്ടുള്ള ഒരു ഇത് എടുത്തിട്ടുണ്ട്. അതെന്താണ്, 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടായാൽ മതി എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്നാൽ ശ്രദ്ധിക്കണം, ഈ ലാസ്റ്റ് ആള്, ഇയാള് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതാ സന്ദർഭം എന്ന് ആദ്യം പറയാം. ഒന്നാമത്തെ കാര്യം, ഇയാള് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്. അയാളുടെ ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, 15 ലക്ഷത്തിൽ കൂടുതലാവണേ,
15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ, ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഇയാൾ B1 ആദ്യം ചെക്ക് ചെയ്യാം. B1 ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ പ്രശ്നമല്ല, അയാൾ മുന്നോട്ട് പോവുക. റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റ് ഒക്കെ വരും. B1 ചെക്ക് ചെയ്യുക. ഇയാളെ കേസ് ശ്രദ്ധിക്കുക. ആദ്യം B1 ചെക്ക് ചെയ്യുക. B1 ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആണ്, യെസ് ആണെന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റോ അല്ലെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റോ കേസിൽ പോവുക. എന്നാൽ ഈ ഇതേ ആള് ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യൻ ഇൻകം 15 ലക്ഷം ഉണ്ട്, എന്നിട്ട് B1 എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈഡ് ആവണില്ലെങ്കിൽ നമ്മൾ എന്ത് നോക്കണം, റിവൈസ്ഡ് B2 നോക്കണം. റിവൈസ്ഡ് B2, നമ്മൾ B2 നോക്കണ്ടെന്നാ പറഞ്ഞത്, പക്ഷെ റിവൈസ്ഡ് B2 നോക്കണം. എന്താ റിവൈസ്ഡ് B2? പ്രീവിയസ് ഇയറില് 120 ദിവസം പ്ലസ് 4 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സിൽ 365 ദിവസം ഉണ്ടോ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ B1 ഇല്ലാത്ത ആളെയാണെ നമ്മൾ ഈ എടുക്കുന്നത് റിവൈസ്ഡ് B2 നോക്കുന്നത്. B1 ഉണ്ടെങ്കിൽ ഓൾറെഡി ഇയാൾ ഈ രീതിയിലേക്കൊക്കെ പോകും. നേരെ മറിച്ച് ഇന്ത്യൻ സിറ്റിസണോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്, 15 ലക്ഷം ഇന്ത്യൻ ഇൻകം, അയാൾക്ക് 15 ലക്ഷത്തിൽ കൂടുതൽ ഇന്ത്യൻ ഇൻകം ഉണ്ട്, അയാൾ B1 സാറ്റിസ്ഫൈഡ് ആകുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ റിവൈസ്ഡ് B2 നോക്കണം. റിവൈസ്ഡ് B2 എന്താ നോക്കേണ്ടത്, 120 പ്ലസ് 365 നോക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അയാള് ഇത് 120 പ്ലസ് 365 ഉണ്ടെങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കലി റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവും. അയാൾ ഇനി A1ഉം A2 ചെക്ക് ചെയ്യാൻ പോവണ്ട. ഏത് കേസിൽ B1 B2 നോക്കിയിട്ട് വർക്ക് ആവാത്ത ആള് റിവൈസ്ഡ് B2 ആണെങ്കിൽ, റിവൈസ്ഡ് B2 കാരണത്താലാണ് അയാൾ റെസിഡന്റ് ആവണമെങ്കിൽ അയാൾ ഇനി A1 A2 നോക്കണ്ട, ഡയറക്റ്റ് ആയിട്ട് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവും. ഇത് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം. ഈ ഡിസ്കഷൻ ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യാം. യെസ്, നമ്മുടെ ഡിസ്കഷൻ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഈ ലാസ്റ്റത്തെ വ്യക്തിനെ മാത്രം എടുക്കുക. ലാസ്റ്റത്തെ വ്യക്തിക്ക് ഇന്ത്യൻ ഇൻകം അതായത് ഇന്ത്യയിലേക്ക് വന്ന പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ ഇന്ത്യൻ സിറ്റിസണോ ആണ്. ഇയാളുടെ ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ നോക്കേണ്ടതെന്ന് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. ആദ്യം ഇയാളുടെ B1 ചെക്ക് ചെയ്യുക. B2 ചെക്ക് ചെയ്യാണ്ടതുള്ളൂ. B1 ചെക്ക് ചെയ്യുക. B1 ചെക്ക് ചെയ്തിട്ട് അയാൾ B1 സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ എന്ത് ചെയ്താൽ മതി, A1 നോക്കുക, A2 നോക്കുക. A1ഉം A2ഉം റെഡി ആണെങ്കിൽ അയാൾ എന്തായി മാറി, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആയി. അല്ല A1 A2 ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അയാൾ എന്തു ആവും, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റും ആവും. ഇത് 15 ലക്ഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ള അവസ്ഥയാണ് B1ന്റെ കേസ്. പക്ഷെ 15 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ B1 നോക്കിയിട്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അയാളുടെ കേസിൽ നമ്മൾ റിവൈസ്ഡ് B2 നോക്കണം. ഇന്ത്യൻ സിറ്റിസൺ, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇയാൾ ഇന്ത്യക്ക് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളാണ്, 15 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഉള്ള ആളുമാണ്, B1 സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് റിവൈസ്ഡ് B2 ആണ്. റിവൈസ്ഡ് B2 എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീവിയസ് ഇയറിൽ 120 ദിവസം ഉണ്ടാവുക, 4 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുക്കുമ്പോൾ 365 ദിവസം ഉണ്ടാവുക. കാരണം B2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, 60 പ്ലസ് 365 ആണെങ്കിൽ റിവൈസ്ഡ് B2 120 പ്ലസ് 365 ആണ്. ഈ 120 പ്ലസ് 365 അയാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ എന്താണ്, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഇനി ഇയാൾ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പോകണ്ട, A1 A2 ചെക്ക് ചെയ്യാൻ പോകണ്ട. A1 A2 ചെക്ക് ചെയ്യേണ്ടത് B1 സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ്. B1 സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരാള് അയാൾ ഇനി B2 ചെക്ക് ചെയ്യരുത്, അതിന് പകരം റിവൈസ്ഡ് B2 ചെക്ക് ചെയ്യുക. റിവൈസ്ഡ് B2 എന്ന് പറഞ്ഞാൽ 120 പ്ലസ് 365 ആണ്. അത് കാരണം അയാള് റെസിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ അയാളെ നമ്മൾ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നാണ് വിളിക്കുക. അയാൾ ഇനി റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ഒരു കേസിലും ആവൂല. B1 സാറ്റിസ്ഫൈഡ് ആവാത്ത കേസിലേ വരുള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. B1 സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അയാൾ എന്തു ആവും. പക്ഷെ B1 സാറ്റിസ്ഫൈഡ് ആവാതെ
റിവൈസ്ഡ് B2 ആണ് അയാൾക്ക് വർക്ക് ആയതെങ്കിൽ അയാൾ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവില്ല, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റേ ആവുള്ളൂ. ഓക്കെ ആണോ അല്ലേ? ഓക്കെ ആണോ അല്ലേ? ഓക്കെ. യെസ്. ഇനി നമ്മൾ ഇതാണ് ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇൻ കേസ് ഓഫ് സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹാവിംഗ് ടോട്ടൽ ഇൻകം മോർ ദാൻ 50 ലാക്ക്. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ അതർ ദാൻ ഫോറിൻ സോഴ്സ്, അതായത് ഇന്ത്യൻ ഇൻകം എന്നർത്ഥം. ദെൻ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ അപ്ലിക്കബിൾ ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് 60 120 ഡേയ്സ് ആർ കൺസിഡേർഡ്. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ എന്താ? 60 പ്ലസ് 365. അതിന് പകരം 60 പകരം 120 ആക്കുക. 120 പ്ലസ് 365 എന്നാണ്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. യെസ്. അത് നമുക്ക് നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോവാണ്. ഈ റിവൈസ്ഡ് B2 ആണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോ. റിവൈസ്ഡ് B2 ആണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ റിവൈസ്ഡ് B2ന്റെ ഒരു സമ്മറി നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. ഒരാള് എപ്പോഴാണ് റെസിഡന്റ് ആവുക? ആള് മൂന്നാമത് പറഞ്ഞ വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ അത് 120 ദിവസത്തിന് താഴെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നോൺ റെസിഡന്റ് ആവും. കാരണം എന്താ? ഇയാൾക്ക് ആകെ നോക്കേണ്ടത് B1 ആൻഡ് റിവൈസ്ഡ് B2 മാത്രമാണ്. B1ൽ 182 ദിവസമോ അതിൽ കൂടുതൽ ഉണ്ടാവുക എന്നാണ്. റിവൈസ്ഡ് B2 120 പ്ലസ് 365 ആണ്. അപ്പൊ 120 താഴെയാണ് അയാൾ പ്രീവിയസ് ഇയറിലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നോൺ റെസിഡന്റ് ആണ്. ഇനി അയാൾ 182 ദിവസത്തിൽ കൂടുതലാണെങ്കിലോ അവിടെ ഇനി അയാൾ ടോട്ടലിംഗ് ഒരു കാര്യം നോക്കണ്ട. 182 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ അയാൾ റെസിഡന്റ് ആണ്. അതിനുശേഷം അയാൾ B1ഉം B2ഉം A1ഉം A2ഉം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ഒക്കെ ആവും. പക്ഷേ 120 ദിവസം കഴിഞ്ഞു 182 ദിവസത്തിന് താഴെയാണെങ്കിൽ പ്ലസ് 365 ദിവസം കൂടുതലുണ്ട്, അയാളെ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലുമാണെങ്കിൽ അയാൾ റിവൈസ്ഡ് B2 പ്രകാരം റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. അത്ര നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ഒരു സമ്മറിയാണ് ഇവിടെ തന്നത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇനിയാണ് നമ്മൾ അടുത്തൊരു ഡിസ്കഷൻ. ഇതൊന്നും കറക്റ്റ് ബന്ധമില്ലാത്ത ഡീംഡ് റെസിഡന്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡീംഡ് റെസിഡന്റ് ആരാ? ഡീംഡ് റെസിഡന്റ് നോക്കുക. റെസിഡന്റ് അല്ലാത്ത ഒരാളെ ഡീംഡ് റെസിഡന്റ് ആവുള്ളൂ. റെസിഡന്റ് ആണെങ്കിൽ പിന്നെ ഡീംഡ് റെസിഡന്റ് എന്ന് പറയണ്ടല്ലോ. റെസിഡന്റ് അല്ലാത്ത ആള് എന്ന് പറഞ്ഞാൽ B1 സാറ്റിസ്ഫൈഡ് അല്ല, B2 സാറ്റിസ്ഫൈഡ് അല്ല. ഇങ്ങനത്തെ ഒരാൾക്കാണ് നമ്മൾ ഡീംഡ് റെസിഡന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വർക്ക് ആവുക. B1 സാറ്റിസ്ഫൈഡ് അല്ല, B2 സാറ്റിസ്ഫൈഡ് അല്ല, രണ്ടും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കലി നോൺ റെസിഡന്റ് ആണ്. പക്ഷെ അയാളെ പിടിച്ച് നമ്മൾ റെസിഡന്റ് ആക്കും. എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 കണ്ടീഷൻ പറയാണ്ട്. ഒന്നാമത്തത് അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആവണം. അയാൾ ഒന്നാമത്തത് എന്താവണം? ഇന്ത്യൻ സിറ്റിസൺ ആവണം. രണ്ടാമത്തത് ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടാവണം. മൂന്നാമത്തത് വേറെ ഒരു രാജ്യത്തും വേറെ എനി അതർ കൺട്രി അല്ലെങ്കിൽ ടെറിറ്ററിയിൽ ടാക്സ് കൊടുക്കാൻ പാടില്ല. അതായത് റെസിഡന്റ് ആവാൻ പാടില്ല എന്നർത്ഥം. ടാക്സ് കൊടുക്കാൻ പാടില്ല. ടാക്സ് കൊടുത്തിട്ടില്ല. ഈ 3 കണ്ടീഷൻ ഉള്ള ഒരാള് അയാൾ B1ഓ B2ഓ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാള് ഡീംഡ് റെസിഡന്റ് ആണ്. ഡീംഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവുള്ളൂ. നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. ഇതേ വ്യക്തി B1ഓ B2ഓ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി സാധാ റൂട്ടിൽ പോവും. ഇയാള് B1 നോക്കി സാറ്റിസ്ഫൈഡ് അല്ല, B2 നോക്കി സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ. അങ്ങനത്തെ ഒരാള് ആരാണ്? ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഓക്കെ. ഇയാളുടെ ടോട്ടൽ ഇൻകം ഇന്ത്യൻ ഇൻകം എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലുണ്ട്. വേറെ ഒരു രാജ്യത്തും അയാൾ എന്ത് ചെയ്തിട്ടില്ല? ടാക്സ് കൊടുത്തിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ അയാൾ ഡീംഡ് റെസിഡന്റ് ആണ്. ഡീംഡ് റെസിഡന്റ് ആയി കഴിഞ്ഞാൽ അയാൾ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം.
അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അതിന്റെ ഡീറ്റെയിൽസ് ആണാണിത്. നോക്കുക, ഒരു ഇൻഡിവിജ്വൽ നോർമൽ കേസിൽ എന്താ B1 B2 നമ്മൾ നോക്കണം. B1 B2 നോക്കി കഴിഞ്ഞാൽ റെസിഡന്റ് ആണെങ്കിൽ അങ്ങോട്ട് പോകും. റെസിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ റെസിഡന്റ് അല്ലെങ്കിൽ എന്താ പിന്നെ ഇങ്ങോട്ട് വരും. അവ കൊടുക്കട്ടെ. B1 B2 സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ A1 A2 ചെക്ക് ചെയ്തു. A1 ആൻഡ് A2 ചെക്ക് ചെയ്തപ്പോൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആയി. A1 A2 ചെക്ക് ചെയ്തിട്ട് അയാൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. അത് നമ്മളെ നോർമൽ കേസാ. ഇന്ന് എക്സെപ്ഷൻ കേസ് ഉണ്ട്. എക്സെപ്ഷൻ കേസ് ആർക്കാ? ഇന്ത്യൻ സിറ്റിസൺ ഫോർ എംപ്ലോയ്മെന്റ് പർപ്പസ്, ഇന്ത്യൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇങ്ങനത്തെ ആളുകൾ. ഈ ആളുകൾക്ക് ഉള്ളതാണ് എക്സെപ്ഷൻ കേസ് എന്ന് പറയുന്നത്. ആ എക്സെപ്ഷൻ കേസിൽ കേസിൽ ആദ്യം നമ്മൾ B1 നോക്കുക. B1 നോക്കിയിട്ട് B1 സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് B1 സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി A2 കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. B1 സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഈ കേസിൽ എന്ത് ചെയ്യണം? B1 സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഈ കേസിൽ നോക്കുക 120+365 ഉണ്ടോ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ ഇന്ത്യൻ സിറ്റിസണോ ഇന്ത്യൻ ഒറിജിനോ ആണ്. അതായത് ഈ മൂന്നാമത്തെ വ്യക്തിയാണെങ്കിൽ അയാൾ 15 ലക്ഷം ഇന്ത്യൻ ഇൻകം ഉണ്ടെങ്കിൽ അയാൾ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. പറഞ്ഞു തന്നെയാണ് വീണ്ടും പറയുന്നത് കേട്ടോ, കൺഫ്യൂഷൻ ഉണ്ടാവാനും മാത്രമൊന്നുമില്ല. ഇനി ഇയാൾ റെസിഡന്റ് ആവാത്ത സാഹചര്യത്തിൽ നമ്മൾ ഡീംഡ് റെസിഡന്റ് വരും. അതെപ്പോഴാണ്? B1 B2 സാറ്റിസ്ഫൈഡ് അല്ല, അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, വേറെ എവിടെയും ടാക്സ് കൊടുത്തിട്ടില്ല, ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിന് മുകളിലുമാണ്. ഇയാൾ B1 B2 സാറ്റിസ്ഫൈഡ് അല്ല. B1 B2 സാറ്റിസ്ഫൈഡ് ആയാൽ സാധാ കേസിലേക്ക് പോകും. B1 B2 സാറ്റിസ്ഫൈഡ് അല്ല, അങ്ങനെയാണെങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കലി റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഇത്ര ഇതിലുള്ളൂ. കൺഫ്യൂഷൻ അടിക്കാൻ മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കുക, ഇയാൾ എന്താണ്? ഈ ആള് ഇന്ത്യൻ സിറ്റിസൺ, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്. അതായത് ഈ മൂന്നാമത്തെ കേസ് മാത്രമേ ഈ റിവൈസ്ഡ് B2 വർക്ക് ആവുള്ളൂ. 1-2 കേസ് റിവൈസ്ഡ് B2 നോക്കണ്ട. അത് നല്ലപോലെ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ അടുത്ത ഒരു ഭാഗത്തേക്ക് പോവാം. നമുക്ക് തൽക്കാലം ഈ ഒരു ഫസ്റ്റ് ഡിസ്കഷൻ ഇപ്പോ അവസാനിപ്പിച്ചിട്ട് മറ്റൊരു സമയത്തേക്ക് മാറ്റണോ, അതല്ല ഇതന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണോ? ഇനി ടോട്ടലിങ്കും മറ്റു കാര്യങ്ങളും ഇനി ഒരുപാട് ഉണ്ടോ? ടോട്ടലിംഗ് ആണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലെ? ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ, എക്സാമിന് ചോദിക്കുന്ന ഏരിയ കഴിഞ്ഞു. എന്തായാലും അവിടെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോട്ടൽ ഇൻകം ആണ്. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഇൻകം ഉണ്ട്, ഫോറിൻ ഇൻകം ഉണ്ട്. ഇന്ത്യൻ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിൽ റിസീവ് ചെയ്തതോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്ത്യയിൽ റിസീവ് ചെയ്തതായിട്ടോ കണക്കാക്കുന്നതാണ് ഇന്ത്യൻ ഇൻകം, ഒന്നാമത്തത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ അക്രൂ ചെയ്തതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ അറൈസ് ചെയ്തതോ അല്ലെങ്കിൽ ഡീംഡ് ടു അക്രൂ ഓർ റൈസ് ഇൻ ഇന്ത്യ ആണ്. അതായത് ഇന്ത്യ റിസീവ് ചെയ്യാൻ എന്താ? ഇന്ത്യയിൽ പൈസ കിട്ടുക. ഇന്ത്യയിൽ അക്രൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും കിട്ടാൻ അർഹത വരിക. ഇത് രണ്ടും വന്നു കഴിഞ്ഞാലും അതിനെ നമ്മൾ എന്ത് ചെയ്യും? അക്രൂ ഓർ അറൈസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ റിസീവ്ഡ് എന്ന് പറയും. ഇത് രണ്ടും ആണെങ്കിൽ ഇന്ത്യൻ ഇൻകം ആണ്. ഇത് രണ്ടും അല്ലാത്ത സിറ്റുവേഷൻ ഒക്കെ ഫോറിൻ ഇൻകം ആണ്. ഇന്ത്യൻ ഇൻകം ആണെങ്കിൽ എല്ലാവരും ടാക്സ് കൊടുക്കണം. ആരൊക്കെ കൊടുക്കണം? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് കൊടുക്കണം, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് കൊടുക്കണം, റെസിഡന്റ് നോൺ റെസിഡന്റും കൊടുക്കണം. നോൺ റെസിഡന്റും എല്ലാവരും കൊടുക്കണം. ഫോറിൻ ഇൻകം ആണെങ്കിൽ നമുക്ക് കുറച്ചധികം ഡിസ്കഷൻസ് ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? ഇന്ത്യൻ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ അക്രൂ ഓർ അറൈസ് അല്ലെങ്കിൽ ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണ്. അത്രേ ഉള്ളൂ. അതല്ലാത്ത എല്ലാ ഇൻകം ഫോറിൻ ഇൻകം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഇൻഡിവിജ്വലിന്റെ അതുപോലെ തന്നെ HUFന്റെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഇൻകം ആണെങ്കിൽ റെസിഡന്റ് ആയാലും, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും നോൺ റെസിഡന്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്. ഫോറിൻ ഇൻകം ആണെങ്കിൽ നമ്മൾ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാനിവിടെ ഇവിടെ ഇന്ത്യൻ ഇൻകം ഉണ്ട്. ഇന്ത്യൻ ഇൻകം അല്ല, ഇവിടെ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ഉണ്ട്, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ഉണ്ട്, നോൺ റെസിഡന്റും ഉണ്ട്. ഈ ഒരു കോളത്തിൽ ഇവിടെ നമുക്ക് ഇന്ത്യൻ ഇൻകം ഉണ്ട്,
ഇന്ത്യൻ ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ ഫോറിൻ ഇൻകം ഉണ്ട്. ഇവിടെ മനസ്സിലാക്കുക, റെസിഡന്റ് ആൻഡ് ഓർഡിനറി ഇന്ത്യൻ ഇൻകം ആണെങ്കിൽ ഇയാളും ടാക്സ് കൊടുക്കണം, ഇയാളും ടാക്സ് കൊടുക്കണം, ഇയാളും ടാക്സ് കൊടുക്കണം. അതിൽ ഡൗട്ട് ഇല്ല. ഫോറിൻ ഇൻകം ആണെങ്കിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്തായാലും ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം. നോൺ റെസിഡന്റ് ഫോറിൻ ഇൻകത്തിന് ഒരിക്കലും ടാക്സ് കൊടുക്കണ്ട. പക്ഷെ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ഇയാളെ കേസ് നമുക്കൊന്ന് പറയണം. കൊടുക്കണോ കൊടുക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഡിസ്കഷൻ ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ, അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇതിൽ സാലറിക്ക് അയാള് ഫോറിൻ ഇൻകം ആണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട, ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഫോറിൻ ഇൻകം ടാക്സ് കൊടുക്കണ്ട, ക്യാപിറ്റൽ ഗെയിൻ ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ ആണെങ്കിൽ അയാൾ ടാക്സ് കൊടുക്കണം. എന്നാൽ ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾ ഓർ സെറ്റപ്പ് ഇന്ത്യയിൽ അല്ലെങ്കിൽ അയാൾ ടാക്സ് കൊടുക്കണ്ട. അപ്പോ നോട്ട് ഓർഡിനറി റെസിഡന്റിന്റെ കേസ് എടുക്കുക. ഫോറിൻ ഇൻകം ആണ്, അതിന് ബിസിനസ് ഇൻകം ആണ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഇൻകം ആണ്, അതിന് സെറ്റപ്പ് ഓർ കൺട്രോൾ ഫ്രം ഇന്ത്യയിലാണെങ്കിൽ ഇവര് രണ്ടാൾക്കാരും ടാക്സ് കൊടുക്കണം. പക്ഷെ നോൺ റെസിഡന്റ് ടാക്സ് കൊടുക്കണ്ട. ഇനി ബാക്കി ഏത് ഫോറിൻ ഇൻകം ആണെങ്കിലും റെസിഡന്റ് മാത്രം ടാക്സ് കൊടുത്താൽ മതി, ബാക്കി രണ്ടാൾക്കാരും ടാക്സ് കൊടുക്കണ്ട. ഇതാണ്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രത്യേകം മനസ്സിലാക്കണ്ടേ, നോട്ട് ഓർഡിനറി റെസിഡന്റിന്റെ പ്രത്യേകത ഫോറിൻ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുന്നത് ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻകം ആണ്. അത് തന്നെ ആ ബിസിനസ്സിനെ സെറ്റപ്പോ കൺട്രോളോ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ടാക്സ് കൊടുക്കണം, ഇന്ത്യയിൽ നിന്നല്ലെങ്കിൽ ടാക്സ് കൊടുക്കണം. അത് മാത്രമാണ് ഇവിടെ പ്രത്യേകത. ബാക്കി ഏത് കേസ് ഫോറിൻ ഇൻകം ആണെങ്കിലും ഈ രണ്ടാമത്തെ വ്യക്തി ടാക്സ് കൊടുക്കണ്ട. പിന്നെ നോൺ റെസിഡന്റിന്റെ കേസ് മനസ്സിലാക്കുക, അയാൾ ഇന്ത്യൻ ഇൻകം മാത്രം ടാക്സ് കൊടുത്താൽ മതി. പിന്നെ ഇയാൾ ഒരു ഹതഭാഗ്യനാണ്, ഏത് ഇൻകം കിട്ടിയാലും ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം. ഓക്കെ ആണോ അല്ലേന്ന് കമന്റ് ചെയ്യും. ഓക്കെ ആണോ അല്ലേന്ന് കമന്റ് ചെയ്യാം, എന്നിട്ട് അടുത്ത ഘട്ടത്തേക്ക് പോകാം. എന്നാൽ നമുക്ക് തൽക്കാലം ഇപ്പോ ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അത്യാവശ്യം ഈ ഡീംഡ് ഇൻകം ഒക്കെ നമുക്ക് കുറച്ച് അധികം പറയാനുണ്ട്. അതൊരു മറ്റൊരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആ സമയത്ത് നമുക്ക് ഇന്ത്യൻ ഇൻകം ഒന്നും കൂടെ പറയാം. ഓക്കെ, അപ്പോ തൽക്കാലം ഇന്നിവിടെ നിർത്തുകയാണ് കേട്ടോ.